പോരാട്ടങ്ങളുടെയും പടയോട്ടങ്ങളുടെയും നിലയ്ക്കാത്ത ചരിത്രമാണ് മലബാറിന് പറയാനുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അതിനിർണായകമായ പങ്കുവഹിച്ച രണ്ട് മഹൽ വ്യക്തിത്വങ്ങളായിരുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും MP നാരായണ മേനോനും. ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്ന കേരളത്തിലെ ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും, അത് MP നാരായണ മേനോനാണെന്ന്. ഇവിടെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കട്ടിലശ്ശേരി. MP നാരായണ മേനോൻ്റെ ഭാര്യ മദ്രാസ് ഗവൺമെൻറ്റിന് ഒരു ഭീമ ഹർജി തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഹിന്ദു വംശഹത്യയാണെങ്കിൽ എങ്ങനെയാണ് ഈ 72 ധീര രക്തസാക്ഷികളിൽ ഈ 4 അമുസ്ലിം സുഹൃത്തുക്കൾ ഉൾപ്പെട്ടത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വീട് കൊള്ളയടിക്കാൻ വേണ്ടി ഒരു 400 പട്ടാളം വീട്ടിൽ വന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോൾ ചേർന്ന് ധീരതയോടെ പോരാടി. കുടിയാന്മാരുടെ സംഘടന ഉണ്ടാക്കിക്കൊണ്ടാണ് MP നാരായണ മേനോനും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും രംഗത്ത് വരുന്നത്. കൃത്യവും വസ്തുനിഷ്ഠവുമായ ചരിത്രം രേഖപ്പെടുത്തുകയും അത് വരും തലമുറക്ക് ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഡോക്യുമെൻ്ററി നിർമ്മാണം കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്ദേശിച്ചത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനുണ്ടായിരുന്ന ഈ ആൾക്കൂട്ട പേടി ഖിലാഫത്ത് നിസ്സഹകരണ സമരത്തെ കർശനവും നിർദ്ദയവുമായ മാർഗങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്തുന്നതിന് അവരെ പ്രേരിപ്പിച്ചു. മുസ്ലിം വിഭാഗത്തിൽ തന്നെ ഒരു വിഭാഗം മലയാളം പഠിക്കാൻ പാടില്ല, ആര്യനെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കാലഘട്ടമായിരുന്നു അത്. മലബാർ ദേശത്തെ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലായിരുന്നു കട്ടിലശ്ശേരിയുടെയും MP-യുടെയും ജീവിതം. മാപ്പിള ഔട്ട്റേജസ് ആക്ട് പ്രകാരം ശിക്ഷിക്കപ്പെടുന്ന ഒരേ ഒരു ഹിന്ദു എന്ന് പറയുന്നത് MP നാരായണ മേനോനാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരെ അറസ്റ്റ് ചെയ്ത് കൊല്ലുവാനാണ് ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചത്. വെള്ളവനാട്ടിലും ഏറനാട്ടിലും ഉണ്ടായ പ്രക്ഷോഭങ്ങൾ അത് ഒരു മുസ്ലിം മതസമുദായത്തിൻ്റെ വർഗീയ കലാപമായിരുന്നു എന്ന് ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളെ നമ്മൾക്ക് കാണാൻ സാധിക്കും.